അദ്ദേഹം പുറത്തുവിടുന്ന തെളിവുകൾ, പുറത്തേക്ക് വരുന്ന ഓരോരോ കാര്യങ്ങൾ ഇവിടുത്തെ മീഡിയകൾക്ക് ചാകരയായിരിക്കും. മീഡിയ ഒരു പക്ഷേ മിണ്ടാതിരിക്കുമായിരിക്കും, പക്ഷേ സോഷ്യൽ മീഡിയ എടുത്തിട്ട് അലക്കും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അവിടെ നിൽക്കട്ടെ, അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് നമുക്ക് നോക്കാം. ഇനി പിണറായി സർക്കാർ അല്ല, പിണറായി ഒരുപക്ഷെ മുഖ്യമന്ത്രി ആവില്ലായിരിക്കാം. LDF സർക്കാർ അധികാരത്തിൽ വരും, മൂന്നാമതും അധികാരത്തിൽ വരും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കിപ്പോൾ ഉണ്ട്. അതിനിടയുണ്ടാക്കിയത് കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസ് മര്യാദയ്ക്ക് തിരിച്ചു വരുന്നൊരു PD സതീശന്റെ നേതൃത്വത്തിൽ മര്യാദയ്ക്ക് തിരിച്ചു വരുന്ന ഒരു സമയത്താണ് ഇവിടെ ഒരു പണി ഉണ്ടാക്കി കണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഞങ്ങൾ വലിയ ഉണ്ണിയാളച്ചന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചാടിത്തുള്ളി ആകെ ഇരപ്പാക്കി. പിന്നെ അതിന്റെ പേരില് ജനപിന്തുണ മുഴുവൻ കോൺഗ്രസിനെതിരായി. ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് എത്തുന്നതിന്റെ പിന്നാലെ എത്തുന്നതിന് മുന്നോടിയായിട്ട് ഈ രമേശ് ചെന്നിത്തലയും VD സതീശനും ഒക്കെ അപകടം മണത്തിട്ട്, അതായത് കോൺഗ്രസിൽ നിന്ന് തങ്ങളുടെ ചവിട്ടുപടി കാലിന്റെ അടിയിലുള്ള മണ്ണിളകിപ്പോന്ന് തിരിച്ചറിഞ്ഞിട്ട് രാഹുലിന് പിന്തുണ കൊടുക്കുന്നത്. ആ സമയത്താണ് CPM-ന് ബോധോദയം ഉണ്ടായത്. അതുവരെ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ CPM കരുതിയത് ഒരു ഈസി വാക്കോർ മൂന്നാം LDF ഭരണത്തിലേക്ക് കിട്ടുമെന്നാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ആണ് ഒരു തുടർഭരണം കിട്ടിയത്. കിറ്റിന്റെ പേരിൽ കുറച്ച് ദുരന്തങ്ങളൊക്കെ ഉണ്ടായതിന്റെ പേരിൽ കുറച്ച് പണം പിരിച്ചിട്ടും അതിൽ കുറച്ചെണ്ണം മുക്കിയിട്ടും അവസാനം ഒരു കിറ്റ് കൊടുത്തിട്ടുമൊക്കെ എങ്ങനെയെങ്കിലും നേടിയെടുത്തതാണ് തുടർഭരണം എന്ന് പറയുന്നത്. മാത്രമല്ല ആ സമയത്ത് കോൺഗ്രസ് നേതൃത്വം തമ്മിലടിയായിരുന്നു. ഇപ്പോഴത്തെ കാര്യം പറഞ്ഞതുപോലെ ഗ്രൂപ്പ് വഴക്കും ബഹളവും, ജനങ്ങൾക്ക് കോൺഗ്രസിൽ ഒരു പ്രതീക്ഷ ഇല്ലാത്ത ഒരു സാഹചര്യമായി പോയി. എന്നാൽ അതൊക്കെ മറന്നിട്ട് ഇപ്പോ ഈ സർക്കാരിന്റെ ഈ ഭരണം ഒരു ദുരന്തം പിടിച്ച് ഇതെങ്ങനെയെങ്കിലും ഈ മാറണം എന്ന് ഒഴിഞ്ഞാൽ മതി എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജനങ്ങളുടെ ഇടയിലേക്ക് UDF ഒരു പ്രതീക്ഷയായിട്ട് വന്നുകൊണ്ടിരുന്ന, അതായത് ഒരു ഉയർത്തെഴുന്നേൽപ്പ് വന്നുകൊണ്ടിരുന്ന VD സതീശനോ ആരെങ്കിലും ഒക്കെ മുഖ്യമന്ത്രിയായിട്ട് കയറി ബാക്കിയുള്ളവരെല്ലാവരും കൂടെ ചേർന്ന് എങ്ങനെയെങ്കിലും സമാധാനത്തോടെ ഒരു മാറ്റം വരും എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ പണ്ടാരടക്കി പ്രശ്നം ഉണ്ടാക്കിയത്. അത് LDF-ന് വീണ്ടും പ്രതീക്ഷ ഉണ്ടാക്കി. അങ്ങനെ പ്രതീക്ഷ ഉണ്ടാക്കുമ്പോൾ വെറുതെ ചാടിക്കയറി കോൺഗ്രസിന്റെ പരിധി കയറിക്കൊണ്ട് കയറാൻ പറ്റില്ല. അതിന് അനുകൂലമായ ചില സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അത് കോൺഗ്രസ് ഒരുക്കി കൊടുത്ത രാഹുൽ മാങ്കൂട്ടം തന്നെ തുടക്കമായി. രാഹുലിനെതിരെ ഒരു അന്വേഷണം വെച്ചു. അന്വേഷണത്തിൽ ചീറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരവസ്ഥയായി. ഒരു പരാതിക്കാരില്ലാതെ പോയി, ഒരു ഒരു FIR ഇടാൻ പറ്റാതെ പോയി, മൊഴിയെടുക്കാൻ നിവൃത്തിയില്ലാതെ പോയി, എന്തിന് ഏറ്റവും വലിയ പ്രശ്നമായി കൊണ്ടുവന്നതിന് ഒരു തുമ്പും വാലും ഇല്ലാതെ പോയി. അതൊരു വശത്ത്. പിന്നെ ഇപ്പോഴത്തെ ഈ കാലത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയൊക്കെ മൂടി വെക്കാൻ ശ്രമിച്ചാലും എങ്ങനെയൊക്കെ മൂടി വെക്കാൻ ശ്രമിച്ചാലും സോഷ്യൽ മീഡിയ. പിന്നെ സോഷ്യൽ മീഡിയക്കാരെ ഒതുക്കലായി. പിന്നെ അടുത്തൊരു ചടങ്ങ് എന്ന് പറയുന്നത് വിളിച്ചു പറയുന്നു, മീഡിയക്കാരെ നമുക്ക് ഒതുക്കാം, അവർക്ക് പരസ്യം കൊടുത്താൽ മതി. ഒരു ഫുൾ പേജ് പരസ്യം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒതുങ്ങിക്കോളും. അത് ഏതെങ്കിലുമൊക്കെ പദ്ധതികൾ ഉണ്ടാക്കിയിട്ടോ മറ്റോ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് നിങ്ങൾ കൊടുക്കുന്ന നികുതി പണം എടുത്ത് ഈ ന്യൂസ് പേപ്പറുകാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒതുക്കിക്കോളും. ചാനലുകാർക്ക് പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ അവരും ഒതുക്കിക്കോളും. പക്ഷേ സോഷ്യൽ മീഡിയ അങ്ങനെയല്ല. സോഷ്യൽ മീഡിയ ഇതെല്ലാം മാന്തി പുറത്തിടും. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ അത്തരത്തിൽ വാർത്തകൾ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ മാന്തി പുറത്തിട്ടുകൊണ്ടിരിക്കുന്നവർക്കെതിരെ കേസുകൾ, കള്ളക്കേസുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കള്ളക്കേസുകൾ, നാട്ടാത്ത് കുരുക്കാത്ത നുണയാണ് ആ കേസുകൾക്ക് കാര്യമായി കൊണ്ടുവന്നിരിക്കുന്നത്. അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് KM ഷാജഹാൻ. ആ KM ഷാജഹാനെ പൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവസാനം കേസും FIR ഇട്ടേക്കുന്നത്. അതിലുള്ള വകുപ്പുകൾ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടും. ആ ഒരൊറ്റ വകുപ്പും, ഈ ഷാജഹാന്റെ പേരിൽ ഇട്ടിരിക്കുന്ന ഒരു വകുപ്പും നിലനിൽക്കില്ല. കേസ് തന്നെ നിലനിൽക്കില്ല എന്നുള്ളതാണ് വസ്തുത. ആ കേസ് തന്നെ നിലനിൽക്കാത്ത ഒരു കേസ്, ഒരു തരത്തിലും നിലനിൽക്കാത്ത ഒരു കേസിന് ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുത്തു. അയാള് പോയി മുൻകൂർ ജാമ്യം എടുക്കുന്നു, അല്ലെങ്കിൽ അയാളെ പൂട്ടാമെന്നൊക്കെ കരുതിയിട്ടാണ്. പക്ഷേ ഷാജഹാനായിപ്പോയി. അത് ഇനി CPM-നും ഈ പോലീസിന്, CPM-ന്റെ പോലീസിന് മനസ്സിലാവും, ഈ പിണറായിക്കും ഒക്കെ മനസ്സിലാവും. ഈ ഷാജഹാന്റെ നിലപാടിനെ കുറിച്ചെന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ നിലപാടാണ്. ഞാനും ഒരു തവണ വിളിച്ചിട്ടുണ്ട്. ഷാജഹാനെ ഒരു ദിവസം വിളിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒരു കാര്യം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാഹിബ് അത് അങ്ങനെയല്ല, ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ആണുകിട ചലിക്കില്ല. താൻ ഒരു കാര്യം നിശ്ചയിച്ച് ഉറപ്പിച്ച് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ട് പോകില്ല. അതിന് ആര് നഷ്ടപ്പെട്ടാലും, ആരൊക്കെ എങ്ങനെ പോയാലും, എത്ര നല്ല സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടാലും ആ ഒരു നിലപാടിൽ ഉറച്ചു നിന്ന് പോരാടുന്ന ഒരു വൻ ശക്തിക്കെതിരെയാണ് പിണറായി അറിയാതെ പോലീസിനെ കൊണ്ട് തലവെച്ചു കൊടുത്തേക്കുന്നത്. ഇതിൽ മുണ്ട് കീറും. ഒരു സംശയം വേണ്ട, KM ഷാജഹാനെതിരെയുള്ള കേസ് ഈ സർക്കാരിനൊരു വലിയ തിരിച്ചടിയായിരിക്കും. കാരണം ഒരു കാരണവശാലും നിലനിൽക്കാത്ത ഒരു കേസാണ്, കള്ളക്കേസാണ് KM ഷാജഹാനെതിരെ എടുത്തു വെച്ചു കൊടുത്തിട്ടുള്ളത്. KM ഷാജഹാൻ ചെയ്തിട്ടുള്ള വീഡിയോയിൽ ആരുടെയും പേര് പറഞ്ഞില്ല. ഇപ്പോഴും അയാൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടില്ല, അവിടെ കിടപ്പുണ്ട്. ഒരാളെ കുറിച്ചും ഒരു പേരും പറഞ്ഞിട്ടില്ല. ഒരു കൃത്യമായി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു സംഭവം നടന്നതായി പറയുന്നുണ്ടെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരാളുടെ പേരും ഒരു അസഭ്യതയും ഒരു സാമൂഹ്യ ദ്രോഹവും അതിനകത്ത് ചെയ്തിട്ടില്ല. ഒരു തരത്തിലും ഒരു കുറ്റവും അതിൽ കണ്ടെത്താൻ പറ്റില്ല.
പക്ഷെ അതല്ല അജണ്ട എന്ന് പറയുന്നത്. തങ്ങൾക്കെതിരെ ഇനി വരാൻ സാധ്യതയുള്ളത്, കാരണം മൂന്നാം LDF സർക്കാർ വരാനൊരു സാധ്യത UDF തന്നെ തുറന്നിട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഇനി അനുകൂല സാഹചര്യം ഒരുക്കണമെന്നുണ്ടെങ്കിൽ തങ്ങളുടെ ഭരണ കോട്ടങ്ങൾ, അഴിമതികൾ, കൈയിട്ട് വാരൽ, ഇതൊക്കെ വിളിച്ചു പറയുന്ന സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളെ നിശബ്ദമാക്കണം. എന്നിട്ട് സൈബർ സഖാക്കളുടെ പോസ്റ്റുകളും വീഡിയോകളും മാത്രം പ്രചരിക്കണം. അതായത് ജനങ്ങൾ അത് മാത്രമേ കാണാവൂ. ഇവിടെ മുഴുവൻ നടക്കുന്നത് ജനനന്മയ്ക്കുള്ള കാര്യങ്ങൾ മാത്രമാണ്. പിണറായി സർക്കാർ എന്തൊക്കെയങ്ങ് ചെയ്തു മറിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മൂന്നാമതും അയാൾ തന്നെ അധികാരത്തിൽ വരണം എന്ന തരത്തിൽ തന്നെ, അല്ലെങ്കിൽ LDF സർക്കാർ തന്നെ അധികാരത്തിൽ വരണം എന്ന തരത്തിൽ പ്രചരിപ്പിക്കാൻ സൈബർ സഖാക്കളും അവരുടെ പോസ്റ്റുകളും മതി എന്ന് തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് ബാക്കിയുള്ളവരെ കൂട്ടാൻ നടക്കുന്നത്. അതിനുവേണ്ടി ഒരു കാരണമുണ്ടായപ്പോൾ എറണാകുളത്തെ ഒരു വിഷയം വന്നുകൊണ്ട്, ടീച്ചറുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വന്നുകൊണ്ട് അവിടെ അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച മുഴുവൻ ആൾക്കാരെയും, ഒരാളുടെ പേര് പോലും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും അവരുടെയൊക്കെ പേരിൽ കേസ് എടുത്ത് മുന്നോട്ട് പോകേണ്ടത് വലിയ തിരിച്ചടി ഉണ്ടാവും. വലിയ തിരിച്ചടി. കാരണം KM ഷാജഹാനെ പോലെയുള്ള ഒരാളുടെ നേരെ തിരിയുമ്പോൾ അയാൾ എന്തെങ്കിലും കയ്യിലില്ലാതെ, തെളിവുകൾ കയ്യിലില്ലാതെ, എന്തെങ്കിലും വീഡിയോയോ മറ്റു രേഖകളോ കയ്യിലില്ലാതെ ഒരക്ഷരം പറയുന്ന ആളല്ല. അതുകൊണ്ട് മാന്തി പുറത്തിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നൊന്നര മാന്തലായിരിക്കും. അത് താങ്ങാനുള്ള ശേഷി ഈ സർക്കാരിനോ ഈ പോലീസിനോ ഉണ്ടാവുകയില്ല എന്നുള്ള തിരിച്ചറിവ് അവർക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ജാമ്യമില്ലാ വകുപ്പിൽ ഇട്ട കേസായിട്ട് കൂടി അർദ്ധരാത്രിയിൽ അവിടെ ചെന്ന് ഷാജഹാന്റെ വീട് റെയ്ഡ് ചെയ്തിട്ട് കൂടി ആ മൊബൈൽ ഫോൺ പിടിച്ചിട്ട് കൂടി ഷാജഹാന്റെ നോട്ടീസ് മാത്രം കൊടുത്തു പോയത്. ജാമ്യമില്ലാ വകുപ്പില് വകുപ്പിട്ട് കേസ് എടുത്തിട്ടുള്ള ഒരാളുടെ വീട്ടിൽ ചെന്നിട്ട് അയാളുടെ വീട് റെയ്ഡ് ചെയ്തിട്ട് അയാളെ അറസ്റ്റ് ചെയ്യാതെ നോട്ടീസും കൊടുത്തിട്ട് പോയി. എന്തിനാ അങ്ങനെ നോട്ടീസും കൊടുത്തു പോയത്? അതായത് അറസ്റ്റ് ചെയ്താൽ പണിയാകുമെന്ന് വളരെ വ്യക്തമായി പോലീസിന് അറിയാം. ഷാജഹാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, തന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്യട്ടെ, അങ്ങനെ അങ്ങ് അറസ്റ്റ് ചെയ്യാൻ പറ്റും, അറസ്റ്റ് ചെയ്യട്ടെ. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പണിയാകും, പണി പാലും വെള്ളത്തിൽ പോലീസിന് കിട്ടും, അയാൾ ജാമ്യം എടുക്കില്ല. ഇപ്പൊ തന്നെ മുൻകൂർ ജാമ്യത്തിന് ഒരു അപേക്ഷ കൊടുത്തിട്ടില്ല, മുൻകൂർ ജാമ്യം എടുക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. അറസ്റ്റ് ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ എന്നാണ് പറയുന്നത്. അങ്ങനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുറത്തു വരും. പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഷാജഹാനെ ഇന്നത്തെ പോലെയുള്ള ഷാജഹാൻ ആയിരിക്കില്ല എന്ന് പോലീസിനെ അറിയാം, അത് പിണറായിക്കും അറിയാം. അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാൻ മടിക്കുന്നത്. ചോദ്യം ചെയ്യാൻ വരണമെന്ന് പറഞ്ഞ് പോലീസ് വിളിച്ചറിയിച്ചപ്പോൾ ഷാജഹാൻ പറഞ്ഞത് ഞാൻ വരാം. അവിടെ എറണാകുളത്തുള്ള 2-3 MLA-മാർ തനിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ മറ്റൊരു കേസിൽ ഒരു കള്ളക്കേസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കള്ളക്കേസുകൾ കണ്ടമാനം കൊടുത്തിട്ടുണ്ട്. എന്റെ വീടിന്റെ ചുമരിലും അതുപോലെ അവിടെ ഇവിടെയൊക്കെ എന്നെ തല്ലും കൊല്ലും എന്നുള്ള ഭീഷണി സന്ദേശങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കങ്ങനെ വരാനൊന്നും പറ്റൂല. ഞാൻ വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് പൂർണ്ണമായ സംരക്ഷണം തരണം. നിങ്ങൾക്കാണ് എന്റെ ഉത്തരവാദിത്വം. എന്നെ വിളിച്ചു വരുത്തുന്നത്, എന്റെ ജീവനോ മറ്റോ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്കായിരിക്കും ഉത്തരവാദിത്വം എന്ന് രേഖാമൂലം അങ്ങോട്ട് അയച്ചപ്പോൾ പോലീസ് കുടുങ്ങി. അതായത് ചോദ്യം ചെയ്യപ്പെടാൻ വരേണ്ടതിന്, മൊഴിയെടുക്കാൻ വരേണ്ടതിന് പ്രതിക്ക് സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനായി. അതാണ് പോലീസിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇത് ഷാജഹാനാണ്, മറ്റാരുമല്ല. മറ്റുള്ളവരെ ചൊറിയാൻ നിൽക്കുന്നത് പോലെ നടക്കില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ സമയത്തും ഷാജഹാന്റെ വീഡിയോ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഷാജഹാന്റെ ആരോപണങ്ങൾ അതുപോലെ ഉറച്ചു തന്നെ നിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് അണുകിട മാറാൻ ഷാജഹാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ ജാമ്യമില്ലാത്ത ഒരു വകുപ്പിട്ട് കേസെടുത്ത് ജാമ്യമില്ലാത്ത വകുപ്പുള്ള ഒരു പ്രതിയുടെ വീട്ടിൽ വന്ന് കേവലം ഒരു നോട്ടീസ് മാത്രം കൊടുത്തു പോയെന്നുണ്ടെങ്കിൽ പോലീസിന് ഭയമുള്ളത് കൊണ്ടല്ലേ ആണ്. കാര്യം അവർക്കറിയാം കളിക്കേണ്ട അടുത്ത് കളിച്ചാൽ വലിയ വിഷയമായിരിക്കും, നല്ലോണം പണി കിട്ടും എന്നുള്ളത്. ഈ ഉള്ളവന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്കും ഇതുപോലെ സമാനമായൊരു കേസുണ്ടായി. ജാമ്യമുള്ള കേസ്, എല്ലാ വകുപ്പിലും ജാമ്യം ഉണ്ടായിട്ട് കൂടി ജാമ്യമില്ലാത്ത രീതിയിൽ ജയിലിൽ അടയ്ക്കാൻ വേണ്ടി കുതന്ത്രങ്ങൾ മെനഞ്ഞിട്ട് കോടതി മാറ്റിക്കൊണ്ടു കൊടുത്ത് തന്നെ ജയിലിൽ അടച്ച പോലീസാണിത്. എല്ലാ വകുപ്പുകളും ജാമ്യമുള്ളതാ. 1 മണിക്കൂർ പോലും എന്നെ ജയിലിൽ കിടത്താൻ പാടില്ലാത്ത വകുപ്പുകളിട്ട് കേസെടുത്തിട്ടും എന്റെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി കസ്റ്റഡിയിൽ വെച്ച് പിന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കി കോടതി കൊണ്ടുവന്ന് കൊടുത്ത് കോടതി മാറ്റിക്കൊടുത്ത് ജയിലിലടച്ച അതേ പോലീസ് തന്നെയാണ് ഇവിടെ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തിട്ടുള്ള ഒരു വ്യക്തിയുടെ വീട്ടിൽ വന്ന് നോട്ടീസും കൊടുത്തിട്ട് ഓച്ചാനിച്ച് നിന്നിട്ട് അങ്ങോട്ട് പോയത്. അതായത് ഇവിടെ ഏതപ്പന്റെ മുന്നിൽ എങ്ങനെ കുനിയണമെന്ന് കൃത്യമായിട്ട് പോലീസിനെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഈ പിണറായി. അതല്ലാന്നുണ്ടെങ്കിൽ ഷാജസ്കറിയെ വന്ന് ഇത്രയധികം വിക്രസ് കാണിച്ചതുപോലെ, അതേപോലെ DNA ന്യൂസിൽ വന്ന് കാര്യങ്ങൾ ചെയ്തിരുന്ന പോലെ, എന്നെ പിടിച്ച് അകത്താക്കിയതുപോലെ, ഇതൊക്കെ ചെയ്തിരുന്ന പോലെ എന്തേ ഷാജഹാനെ തൊടാൻ പറ്റാത്തത്? ഷാജഹാനെ തൊടാൻ പറ്റില്ലെന്നേ. ഇത് വെറും ഒരു തൊടലല്ല. ഷാജഹാനെ തൊട്ടാൽ വിവരം അറിയുമെന്നറിയാം. ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയിട്ട് അതിൽ സൂത്രത്തിൽ അങ്ങ് തട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി അറിയാൻ പോവുകയാണ്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ അപ്പോഴേ അറിയും പിണറായി KM ഷാജഹാൻ ആരാണെന്ന്. അദ്ദേഹം പുറത്തുവിടുന്ന തെളിവുകൾ, പുറത്തേക്ക് വരുന്ന ഓരോരോ കാര്യങ്ങൾ ഇവിടുത്തെ മീഡിയകൾക്ക് ചാകരയായിരിക്കും. മീഡിയ ഒരു പക്ഷേ മിണ്ടാതിരിക്കുമായിരിക്കും, പക്ഷേ സോഷ്യൽ മീഡിയ എടുത്തിട്ട് അലക്കും. അത് താങ്കളുടെ ശേഷി ഇതിന് പിണിയാളം കൂട്ടുന്ന ആൾക്കാരുണ്ടല്ലോ, അതിൽ ഒരാൾക്ക് പോലും ഉണ്ടാകില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട്
സൂക്ഷിച്ച് കണ്ട് കൈകാര്യം ചെയ്യാം. മൂന്നാം ഭരണം നേടിക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ജനങ്ങൾക്ക് വേണ്ടി നല്ല ഭരണം കാഴ്ചവെച്ചുകൊണ്ട് ജനമനസ്സ് കയ്യിലെടുത്തുകൊണ്ട് വയ്ക്കോ. അതല്ലേ നല്ലത്, അതല്ലേ അന്തസ് എന്ന് പറയുന്നത്. അല്ലാതെ പെരട്ട് ന്യായങ്ങൾ ഉണ്ടാക്കി ശബ്ദിക്കുന്ന വായകളെ മൂടിക്കെട്ടിക്കൊണ്ട് അവരെ തുറുങ്കിലടച്ചുകൊണ്ട് എല്ലാം മറച്ചു വെച്ചുകൊണ്ട് മൂന്നാമത് ഭരണത്തിൽ കയറാന്ന് പറയുന്നത് മൂഢത്തരമാണ്. എത്ര പേരുടെ വായടയ്ക്കും? 10 പേരെ നിങ്ങൾ വായടയ്ക്കാൻ നിൽക്കുമ്പോൾ 100 പേർ ഉണർന്നു വരും. അതാണ് കേരളം, കേരളത്തിലെ ഇന്നത്തെ അവസ്ഥ. Different angles. Don't forget to subscribe and support this channel.